ഹായ് ഹലോ, ഞാൻ സുമിത് സുകുമാർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വീട്ടിൽ നിന്നുകൊണ്ട് സ്വയം തൊഴിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. കാരണം ഞങ്ങൾ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് എങ്ങനെ ഒരു സ്വയം തൊഴിൽ ചെയ്യാം? ഒരു പക്ഷേ മറ്റ് ജോലികൾക്ക് പുറമെ നിലവിൽ നിങ്ങളൊരു എംപ്ലോയി ആയിക്കോട്ടെ, ഒരു സ്റ്റുഡന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സാധാരണ ഹൗസ് വൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പെൻഷനർ ആയിക്കോട്ടെ, നിങ്ങളുടെ മറ്റ് ജോലികൾക്ക് പുറമെ നിങ്ങളുടെ ജോലികൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് എന്തിനും ഒരു തടസ്സവും കൂടാതെ ആ ജോലികൾക്ക് പുറമെ അതായത് ഒരു വീട്ടിൽ 10-15 മിനിറ്റ് ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് സ്വയം തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. സോ വെൽക്കം ബാക്ക്. ഒരിക്കൽ കൂടി ഞാൻ വെൽക്കം ചെയ്യുന്നു. പേര് സുമിത് സുകുമാർ. നമുക്ക് എങ്ങനെയാണ് സ്വയം തൊഴിൽ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റു ജോലികൾക്ക് പുറമെ വീട്ടിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് നേടാം ഒരു മികച്ച മാസ വരുമാനം. സ്വയം തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ആ, അവസാനം വരെ കാണുക. നമുക്ക് ഈ ഒരു അവസരം തരുന്ന കമ്പനിയെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. കമ്പനിയുടെ പേര് അക്യൂറ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്നാണ് കമ്പനിയുടെ പേര്. മാത്യൂസ് ആർക്കിയുടെ സെക്കൻഡ് ഫ്ലോർ, കേശവദാസപുരം, പട്ടം പി ഒ, ട്രിവാൻഡ്രമാണ് കമ്പനിയുടെ ഹെഡ് ഓഫീസ്. കമ്പനി ഇൻവെന്റർ ആണ്, മാനുഫാക്ചർ ആണ്, ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ കമ്പനി പ്രധാനമായും ചെയ്യുന്നത് മാനുഫാക്ചറിംഗ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഈ കമ്പനിയെ ഒരു മാനുഫാക്ചറിംഗ് ഹബ്ബ് എന്ന് തന്നെ പറയാൻ പറ്റും. ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാ സർട്ടിഫിക്കേഷൻസും എല്ലാ ലീഗൽ സൈഡും പാലിക്കുന്ന ഒരു കമ്പനിയാണ് അക്യൂറ ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്ന് പറയുന്നത്. കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 2019 കമ്പനി ഒരു മാനുഫാക്ചറിംഗ് ഹബ്ബായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടാതെ എല്ലാ സർട്ടിഫിക്കേഷൻസും അവൈലബിൾ ആണ്. ഇതൊരു സ്വയം തൊഴിൽ പദ്ധതി ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റേറ്റ് വൈസ് കേരള അതായത് കുടുംബശ്രീ സ്റ്റേറ്റ് വൈസ് ഇതിന് അപ്രൂവൽ എടുത്തിട്ടുണ്ട്. കൂടാതെ എല്ലാ ജില്ലകളിലും ജില്ലാ മിഷനിൽ നിന്നും ഇതിന്റെ പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ശരിക്കും ആ, നാളെ ഒരു സമയത്ത് പഞ്ചായത്ത് വഴിയും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി വഴിയൊക്കെ നമുക്ക് ഈ ഒരു വർക്ക് കിട്ടാൻ സാധ്യത ഉള്ളതാണ്. എന്നാൽ ആ, ഇവിടെ നമുക്ക് വളരെ സുതാര്യമായി നമുക്ക് ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് വീട്ടിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് അക്യൂറ ഗ്രൂപ്പ് ഓഫ് കമ്പനി ഇവിടെ അനുവദിക്കുന്നത്. സോ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ സർട്ടിഫിക്കേഷൻസും ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് രജിസ്ട്രേഷൻ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ നമ്മുടെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ അപ്ലിക്കേഷൻ, ഇങ്ങനെ എല്ലാവിധമായ ലീഗൽ സൈഡും പാലിക്കുന്ന ഒരു കമ്പനിയാണ് അക്യൂറ ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്ന് പറയുന്നത്. സോ ഈ കമ്പനി നമുക്ക് രണ്ട് രീതിയിൽ ഈ കമ്പനിയെ ചൂസ് ചെയ്യാം. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഓൺട്രപ്രണർ ആകാം, നമുക്കൊരു സംരംഭകനാണ്. വീട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരു ചെറിയ മുതൽ മുടക്കിലൂടെ നമുക്ക് ഇതിന്റെ ഒരു ഓൺട്രപ്രണർ ആകാൻ പറ്റും. ദെൻ നമുക്ക് ഈ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടറും വേണമെങ്കിലാകാം. ഈ കമ്പനിയുടെ വിറ്റുവരവ്, അതായത് ഇതിന്റെ ലാഭം നമുക്ക് വാങ്ങുന്ന രീതിയിൽ ഇതിന്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടറായി നമുക്ക് മാറാൻ പറ്റും. ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഒരു ഓൺട്രപ്രണർ ആവുക അല്ലെങ്കിൽ ഒരു സംരംഭകനാവുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു കമ്പനി ഒരു മാനുഫാക്ചറിങ് ഹബ്ബാണ്. അപ്പൊ ചോദിക്കും എന്ത് പ്രൊഡക്റ്റ് ആണ് ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നത്? ഏറ്റവും വലിയ പ്രത്യേകത, വെറൈറ്റി പ്രൊഡക്ട്സ് ഉണ്ട്. നമ്മുടെ നിത്യജീവിതത്തിലൊക്കെ ആവശ്യമുള്ള എൻ്റെ ടൈപ്പ് ഓഫ് വെറൈറ്റി പ്രൊഡക്ട്സിന്റെ മെറ്റീരിയൽസ് ആണ് കമ്പനി ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു പക്ഷേ സ്ക്രീനിൽ കാണുന്നുണ്ടാകാം. ഞാൻ ആദ്യം കാണുന്നത് തന്നെ ഇവിടെ ഒരു ഡ്രയർ ബാഗ് ആണ്. ഡ്രയർ ബാഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. നമ്മുടെ വീട്ടിലേക്ക് ഇപ്പം മല്ലിയായാലും മുളകായാലും കോരപ്പൊടി ആയാലും അങ്ങനെയുള്ള നമ്മുടെ സ്പൈസസുകളൊക്കെ നമ്മൾ ഉണക്കുന്നത്, മുളക്, മല്ലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണക്കുന്നത്, കുരങ്ങപ്പൊടി, ഇപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് പാ വിരിച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഒരാൾ കൂടെ നിൽക്കേണ്ടി വരും. കാക്കയോ അല്ലെങ്കിൽ എലിയോ അല്ലെങ്കിൽ മറ്റ് കോഴിയോ അങ്ങനെയുള്ള ജീവജാലങ്ങൾ വന്ന് കുത്തിപ്പിറക്കാതെ നമ്മൾ കൂടെ നിൽക്കേണ്ടി വരും. ഈ ഒരു ഡ്രയർ ബാഗിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് തട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. തട്ടുകളായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ട്രാൻസ്പെറന്റ് ആയിട്ട് വെയിൽ ഇതിനകത്ത് അടിക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തട്ടുകളാണ്, നെറ്റാണ്. സോ ഓരോ തട്ടിലും നമുക്ക് ഓരോ വെയിറ്റ് അനുസരിച്ച് ഓരോ സാധനങ്ങൾ, ഇപ്പൊ മല്ലി ആയിക്കോട്ടെ, മുളകായിക്കോട്ടെ, കുമരപ്പൊടി ആയിക്കോട്ടെ, ഏത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മുറ്റത്ത് ഒരു അശ ഉണ്ടാക്കി അതിൽ ഹാങ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി പ്രൊഡക്റ്റ് ആണിത്. ശരിക്കും
ഇത് ആമസോണിലുണ്ട്. ഇതിന്റെ വില എന്ന് പറയുന്നത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഏകദേശം ഒരു 12 മുതൽ മുകളിലോട്ട് അതിന്റെ വില വരുന്നുണ്ട്. സോ ഇത് നമ്മുടെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു നല്ല പാക്കേജാണ്. അപ്പൊ ഇതിന്റെ ഒരു കവർ വരുന്നുണ്ട്. കവർ നമുക്ക് സിബും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ ഇത് തയ്ച്ച് കൈത്തയിലൊക്കെ നമുക്ക് തയ്ക്കാൻ പറ്റുന്നതാണ്. അടുത്തൊരു പ്രൊഡക്റ്റ് നിയോറൈസ് എന്ന് പറയുന്ന നമ്മുടെ ഓൺ പ്രൊഡക്റ്റ് ആണ് ഇത്. അതായത് ഇയർ വാക്സ് റിമൂവ് എന്ന് പറയും. വാക്സ് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ പ്രൊഡക്റ്റ് ആണ്. അത് ശരിക്കും പറയാം, നമുക്കറിയാമല്ലോ, ബഡ്സ് എന്ന് പറയുന്ന സാധനം ഡോക്ടേഴ്സ് പോലും പറയുന്നത് അത് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയും. പക്ഷെ ഏറ്റവും കൂടുതൽ വരുന്നൊരു ഇതാണ് ബഡ്സ് എന്ന് പറയുന്നത്. സോ അതിനുള്ളൊരു മറ്റൊരു പ്രൊഡക്റ്റാണ് ഇയർ വാക്സ് റിമൂവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡ്രയർ ബാഗ്, കെറ്റില്, ഹാൻഡിൽ, നിങ്ങൾ ഒരു പക്ഷേ ഈ സ്ക്രീനിൽ കാണുന്നുണ്ട്. ഹാൻഡിൽ, സീലിംഗ് മെഷീൻ, സ്വിച്ചബിൾ പെൻസിൽ കട്ടർ, ബോട്ടിൽ ക്ലീനർ, ജിഞ്ചർ ഗാർലിക് കട്ടർ, ട്രാവലിംഗ് സോപ്പ്, ട്രാവലിംഗ് വാട്ടർ, ഇങ്ങനെ 200-ൽ പരം 200-ൽ പരം. ഞാനിവിടെ ഇതൊരു സീലിംഗ് മെഷീനാണ്. സീലിംഗ് മെഷീൻ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ കണ്ടിട്ട് ചെയ്യുന്നത് ചിപ്സ്, മിക്സർ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കടകളിൽ വലിയ രീതിയിൽ സീൽ ചെയ്യുന്നത്, നമ്മൾ പാക്ക് ചെയ്യാൻ സീൽ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഈ ഒരു സീലിംഗ് മെഷീന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹാൻഡ് സീലിംഗ് മെഷീനാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്റ്റാപ്ലറിന്റെ ആ ഒരു വലിപ്പം ഉണ്ടാകുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ നോട്ട്ബുക്ക് നിൽക്കുന്ന സ്റ്റാപ്ലറിന്റെ വലിപ്പം ഉണ്ടാവും. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീട്ടിലുള്ള കവറുകളൊക്കെ നമുക്ക് സീൽ ചെയ്ത് പാക്ക് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള പാക്കേജുകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള 200-ൽ പരം പ്രൊഡക്റ്റുകളുടെ മെറ്റീരിയൽസ് ആണ് ശരിക്കും പറഞ്ഞാൽ അക്യൂറ ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്ത് ചെയ്യുന്നത്, മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പൊ ശരിക്കും നമുക്ക് ഇവിടെ സ്വയം തൊഴിൽ ചെയ്യാൻ ഇപ്പൊ എന്താണ് നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് ഈ ഒരു സ്വയം തൊഴിൽ ചെയ്യാൻ ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആധാർ, പാൻ നമ്പർ, മെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, ബാങ്ക് ഡീറ്റെയിൽസ്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് സ്വയം തൊഴിൽ ചെയ്യുന്നത് എന്നത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതിന്റെ ഒരു ട്രെയിനിങ് ഫീസ് നിങ്ങൾ 1280 രൂപ ട്രെയിനിങ് ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ 145 പീസ് മെറ്റീരിയൽസ് ആണ് നിങ്ങളുടെ വീട്ടിലെത്തുന്നത്. ഓരോ പ്രൊഡക്ട്സിന് വ്യത്യസ്തമായ പ്രൊഡക്റ്റുകളുടെ രീതിയിലായിരിക്കും നിങ്ങളുടെ വീട്ടിലെത്തുന്നത്. അപ്പോൾ ഈ 1280 ട്രെയിനിങ് ഫീസ് അടയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു 30,000 രൂപയുടെ ഇൻഷുറൻസ് കവറേജ് നിങ്ങൾക്ക് 1 ഇയർ കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ലൈഫ് ലോങ് മെമ്പർഷിപ്പ് വിത്ത് കൂപ്പണും കിട്ടുന്നുണ്ട്. ലൈഫ് ലോങ് മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് കമ്പനി കുറെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഉള്ളി മുമ്പേഴ്സിനും അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഓൺട്രപ്രണേഴ്സിനും നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും മാത്രമാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ലൈഫ് ലോങ് മെമ്പർഷിപ്പ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ജോലി ചെയ്താൽ നമുക്കൊരു 7,500 രൂപ മുതൽ 15,000 രൂപ വരെ മന്ത്ലി നമുക്ക് കിട്ടുന്ന ഒരു സാലറി എന്നോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു കമ്മീഷൻ എന്നോ നമുക്ക് പറയാൻ പറ്റും. ഓരോ മാസവും 7,500 രൂപ മുതൽ. അപ്പൊ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഈ കമ്പനിയുടെ മെറ്റീരിയൽസ് ഇത് നമുക്ക് കമ്പനി നമ്മുടെ വീട്ടിൽ എത്തിച്ചു തരും. അത് നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് ഇതിനെ മോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെ എന്ത് ചെയ്യുക, അസംബിൾ ചെയ്യുക. അസംബിൾ ചെയ്തിട്ട് നമ്മൾ വിളിച്ച് പറയുമ്പോൾ കമ്പനി തന്നെ വന്ന് തിരിച്ച് എടുത്തോളും. അങ്ങനെ തിരിച്ചെടുത്തതിന് ശേഷം 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറയുന്ന 7,500 രൂപ മുതൽ 15,000 രൂപ വരെ ഉള്ള ഒരു സാലറി നമുക്ക് കമ്പനി തരുന്നുണ്ട്. അത് 12 മാസത്തേക്കാണ് നമുക്ക് ഈ കമ്പനി ഈ ഒരു 7,500 മുതൽ 15,000 രൂപ വരെ തരുന്നത്. നമുക്ക് തുടക്കത്തിൽ ഇപ്പൊ ഒരാൾ പറയുകയാണ് ഇപ്പൊ 7,500 എന്നുള്ളത് പെട്ടെന്ന് തീർത്താൽ അടുത്ത മെറ്റീരിയൽസ് ഉടനെ തരുമോ, അങ്ങനെ തരുന്നില്ല. ഒരു മാസം ഇത്ര ഒരു എന്താ കണക്കുണ്ട്. ആ കണക്കനുസരിച്ച് ഓരോ മെറ്റീരിയൽസ് നമുക്ക് തരികയുള്ളൂ. ആദ്യത്തെ മാസം ഒരു 7,500, തൊട്ടടുത്ത മാസം 8,000, 9,000, ഇങ്ങനെ പടിപടിയായിട്ട് 7,500 മുതൽ ഒരു 15,000 രൂപ വരെ കമ്പനി നമുക്ക് ഒരു സാലറി അല്ലെങ്കിൽ ഒരു കമ്മീഷനായിട്ട് നമുക്ക് ഇവിടെ 12 മാസത്തേക്കാണ് നമുക്ക് കമ്പനി തരുന്നത്. ഇങ്ങനെ നമുക്ക് 7,500 രൂപ മുതൽ 15,000 രൂപ വരെ കിട്ടണമെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ഞാൻ പറഞ്ഞ ചെറിയ മുതൽ മുടക്ക് ഇവിടെ നമ്മൾ ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മുതൽ മുടക്ക് കമ്പനി വാങ്ങുന്നത് എന്ന് ചോദിച്ചാൽ, ഇവിടെ നേരത്തെ ശരിക്കും ഈ കമ്പനി ചെയ്തുകൊണ്ടിരുന്നത്, കമ്പനി ഒരു പത്രപരസ്യം കൊടുത്തു. അതായത് സ്വയം തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക എന്ന് പറഞ്ഞൊരു പരസ്യമൊക്കെ കൊടുത്തിട്ടാണ് നേരത്തെ ചെയ്തിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ സെലക്ട് ചെയ്തിട്ട് കമ്പനി എന്ത് ചെയ്യുന്നു, അവര് വന്ന് കമ്പനിയിൽ വന്ന് പ്രൊഡക്റ്റിന്റെ മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് അവര് ഒരു എഗ്രിമെന്റ് ഒക്കെ തയ്യാറാക്കി കൊണ്ടുപോയിട്ട് അവർ തിരിച്ച് അസംബിൾ ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് അവർക്കൊരു റെമ്യൂണറേഷൻ കൊടുത്തുകൊണ്ടിരുന്നത്, ഒരു സാലറി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും റെസ്പോൺസിബിലിറ്റി അവരൊന്നും ഉണ്ടാവില്ല. കാരണം ഒരു 10 പേര് വന്ന് മെറ്റീരിയൽസ് എടുത്തിട്ട് കൊണ്ടുപോയിട്ട് അവര് കൂടി പോയ 4-5 പേരാൾക്ക് മാത്രമാണ് കൃത്യമായിട്ട് ഇത് എത്തിക്കുന്നത്. ബാക്കിയെല്ലാം ഫ്ലോപ്പ് ആയിരുന്നു.
അപ്പൊ അതുകൊണ്ടാണ് കമ്പനി തീരുമാനിച്ചത് ഇവിടെ ഒരു ഓണ്ടർപ്രണറായി വരുന്ന വ്യക്തി ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ മാത്രമേ ഇവിടുത്തെ ഒരു ഓണ്ടർപ്രണർ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് മാറാൻ പറ്റൂ. കാരണം ഈ പൈസ നമുക്ക് റീഫണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അവരുടെ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു എന്താ പറയുക ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മളിവിടെ ചെയ്യുന്നത്. വെറും തുച്ഛമായ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇവിടെ അക്വറ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ ഓണ്ടർപ്രണറായി വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് ഇവിടെ അടയ്ക്കേണ്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വെറും 36,000 രൂപയാണ്. അപ്പൊ ശരിക്കും നമ്മളൊക്കെ ചിന്തിക്കും, ഇനി 36,000 രൂപ അടച്ചിട്ട് വേണോ ഈ ഒരു ഓണ്ടർപ്രണർ ആവുന്നത്? സോ ഡിയർ ഫ്രണ്ട്സ്, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഞാൻ പറഞ്ഞു ഈ ക്യാഷ് നിങ്ങൾക്ക് റീഫണ്ടബിൾ ആണ്. അതെങ്ങനെയാണെന്ന് ഞാൻ വിശദമായി പറഞ്ഞു തരാം. ഇവിടെ നമ്മൾ 36,000 രൂപ അടയ്ക്കുമ്പോഴാണ് നമുക്കിവിടെ ഒരു ഓണ്ടർപ്രണർ ആകാൻ പറ്റുന്നത്. 36,000 രൂപ നിങ്ങൾ ആരുടെയും കയ്യിൽ ക്യാഷ് ആയിട്ട് കൊടുക്കണ്ട. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഓണ്ടർപ്രണർ ആകാൻ, അക്വറ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഓണ്ടർപ്രണർ ആകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമ്പനിയെ അറിയിക്കുക. അപ്പോൾ കമ്പനിയുടെ ആളുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും. നിങ്ങൾ ഒരു എഗ്രിമെന്റ് സൈൻ നിങ്ങൾ ഉണ്ടാകും. കമ്പനിയും നിങ്ങളും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യും. അതിനകത്ത് ആ എഗ്രിമെന്റിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, നിങ്ങൾ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് കൊടുക്കുക. ഒരാളുടെ കയ്യിലും കൊടുക്കേണ്ട ആവശ്യമില്ല. ത്രൂ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ 1,250 രൂപ അടച്ച് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് മെറ്റീരിയൽസ് വീട്ടിലെത്തിക്കും. മെറ്റീരിയൽസ് വീട്ടിലെത്തിക്കുമ്പോൾ ഒന്ന്, കമ്പനിയാണ് ഈ മെറ്റീരിയൽസ് വീട്ടിലെത്തിക്കുന്നത്. അത് ആദ്യത്തെ പ്രാവശ്യം നിങ്ങളുടെ വീട്ടിൽ കമ്പനിയുടെ ആളുകൾ എത്തും. രണ്ടാമത്തെ പ്രാവശ്യം, രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ തൊട്ടടുത്ത മാസങ്ങളിലൊക്കെ ഒരു പക്ഷേ കൊറിയർ ആയിട്ടായിരിക്കും വരുന്നത്. കാരണം അത്രയും ചെലവുകൾ ഒഴിവാക്കാൻ വേണ്ടി കൊറിയർ ആയിരിക്കും വരുന്നത്. ദെൻ നിങ്ങൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തതിനു ശേഷം ഈ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക? അസംബ്ലി ചെയ്യുക. അസംബ്ലി ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഒരു കാരണവശാലും നിങ്ങൾ പുറത്ത് സെല്ല് ചെയ്യാൻ പാടില്ല. ഡിയർ ഫ്രണ്ട്സ്, ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കാരണവശാലും ഈ പ്രൊഡക്റ്റുകൾ നിങ്ങൾ കൊണ്ടു നടന്ന് വിൽക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ സെല് ചെയ്യുകയോ വേണ്ട. ഇത് നിങ്ങൾ കൃത്യമായി അസംബ്ലി ചെയ്തതിനു ശേഷം കമ്പനി അറിയിക്കുമ്പോൾ കമ്പനി എന്ത് ചെയ്യും? കമ്പനിയുടെ ആളുകൾ വന്ന് ഈ പ്രോഡക്റ്റ് തിരിച്ച് അവർ തന്നെ എടുത്തോളും. അല്ലെങ്കിൽ നമ്മൾ കൊറിയർ കമ്പനിയുടെ പേരിൽ കൊറിയർ അയച്ചാലും മതി. അപ്പൊ അത് നമ്മുടെ എങ്ങനെയാണോ അതിന്റെ രീതി അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഒരു എഗ്രിമെന്റ് ഫോം ഉണ്ടാകും. ഇങ്ങനെ നമ്മൾ 36,000 അടയ്ക്കുന്ന ഒരാൾക്കാണ് ഇവിടെ ഓണ്ടർപ്രണർ ആകാൻ പറ്റുന്നത്. ഇങ്ങനെ 36,000 രൂപ അടയ്ക്കുന്ന ഒരാളെ സംബന്ധിച്ച് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു 7,500 രൂപ മുതൽ 15,000 രൂപ വരെ നമുക്ക് 12 മാസം കിട്ടുമെന്ന് പറഞ്ഞു. നമുക്കൊരു ചെറിയ കണക്കിലേക്ക് ഞാനൊന്ന് പറയാം. ഒരു പക്ഷേ പൈസ ഇല്ലാത്ത ഒരാളാണ് ഈ പറഞ്ഞ കണക്ക് 36,000 രൂപ കൊണ്ടുവരുന്നത്. ഒരു പക്ഷെ അദ്ദേഹം ഈ ഏതെങ്കിലും രീതിയിൽ ഇപ്പോ കടം വാങ്ങിച്ചൊക്കെ വരുന്ന ആളുകളെ സംബന്ധിച്ച് ഇവിടെ ഓണ്ടർപ്രണർ ആകാൻ പറ്റും. ഇപ്പൊ 7,500 വെച്ച് മിനിമം 12 മാസം ആകുമ്പോഴത്തേക്ക് 90,000 രൂപ നമുക്കിവിടെ ഒരു കമ്മീഷൻ കിട്ടുന്നുണ്ട്. ഇനി 7,500 എന്നുള്ള ഒരു 5 മാസം ആയാൽ പോലും നമുക്ക് മിനിമം, ഞാൻ 15,000 കിടക്കുന്നില്ല, 7,500 എന്ന് പറയുന്നത് മിനിമം ഒരു 5 മാസം ആയാൽ പോലും നമ്മൾ മുടക്കിയ പൈസ നമുക്ക് തിരിച്ചു കിട്ടും. 37,500 നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. ബാക്കി 7,500 എന്ന് പറയുന്നത് 7,500 ഇൻറ്റു 7 എന്ന് പറയുന്നത് 52,000 രൂപ നമ്മുടെ പ്രോഫിറ്റ് ആണ്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഈ ഒരു പ്രോഡക്റ്റിന്റെ മെറ്റീരിയൽസ് അസംബിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ മറ്റു ജോലികളൊന്നും മാറ്റിവെക്കണ്ട. തുച്ഛമായ ടൈം മാത്രം മതി. ഇപ്പോ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് ആയിക്കോട്ടെ, ഇവര് പോയി അവരുടെ കാര്യങ്ങൾ ചെയ്ത് വന്നതിന് ശേഷം എല്ലാ ദിവസവും രാത്രി ഒരു 10 മിനിറ്റ് 15 മിനിറ്റായി ഇരുന്നാൽ പോലും ഇത് പെട്ടെന്ന് ഒരു 15 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന വർക്കുകൾ, സിമ്പിൾ ആയിട്ടുള്ള വർക്കുകൾ മാത്രമേ നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതായത് ഇതിനു വേണ്ടി നമ്മൾ മറ്റെല്ലാം കളഞ്ഞിട്ട് ഇതിന്റെ പുറകെ നിൽക്കേണ്ട ആവശ്യമില്ല. അത്രത്തിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ്. സോ ഞാൻ പറഞ്ഞു, ഇവിടെ നമ്മൾ ഒരു ചെറിയ മുതൽ മുടക്ക് എന്ന് പറഞ്ഞു. ആ ചെറിയ മുതൽ മുടക്ക് എന്ന് പറയുന്നത് 36,000 രൂപയാണ്. അപ്പൊ 36,000 രൂപ അടയ്ക്കുന്ന ഒരാളെ സംബന്ധിച്ച് മാസം 7,500 മുതൽ 15,000 രൂപ വരെ നമുക്ക് മന്ത്ലി കിട്ടുന്നുണ്ട്. 12 മാസത്തേക്കാണ് കിട്ടുന്നത്. നമ്മുടെ ഒരു എഗ്രിമെന്റ് എന്ന് പറയുന്നത് 12 മാസത്തേക്കാണ്. അപ്പൊ 12 മാസം കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ കമ്പനി അതിന്റെ സർവീസ്, കമ്പനിക്ക് ഒരു ചിലവുണ്ടായിരിക്കുമല്ലോ, ആ കമ്പനി അതിന്റെ സർവീസ് ചാർജ് എല്ലാം കഴിഞ്ഞതിന് ശേഷം 12 മാസത്തേക്കുള്ള സർവീസ് ചാർജ് എല്ലാം കഴിഞ്ഞതിന് ശേഷം 20,000 രൂപ കമ്പനി റീഫണ്ട് ചെയ്യും. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്, അതായത് ഇപ്പം എല്ലാ മാസവും നമുക്ക് 7,500 കിട്ടുമോ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ കിട്ടുമോ, കൂടുതലായിട്ട് കിട്ടുമോ? ഇനി അതെല്ലാം കൊടുക്കുന്ന നമ്മൾ അസംബ്ലി ചെയ്ത് കൊടുക്കുന്ന പ്രൊഡക്റ്റിനകത്ത് എന്തെങ്കിലും ഡാമേജസ് വന്നാൽ ഈ 7,500 കുറയുമോ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന 36,000 നിന്നും കുറയുകയോ എന്നുള്ള കുറേയേറെ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ഡിയർ ഫ്രണ്ട്സ്, ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ യാതൊരു വിധമായ ഡാമേജോ കാര്യങ്ങളോ വരാനുള്ള ചാൻസസ് ഇല്ല. കാരണം അത്രയും സിമ്പിൾ വർക്കുകൾ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ഡ്രയർ ബാഗിന്റെ കേസ് പറഞ്ഞു. ഡ്രയർ ബാഗിൽ ഒരിക്കലും ഡ്രയർ ബാഗ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ
പുറത്തൂടെ വരുന്ന കവർ മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം ഡ്രയർ ബാഗ് ഓൾറെഡി സെറ്റിംഗ്സിലൂടെയാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഈ കവർ ഉണ്ടാകും. അതിന്റെ മുകളിലൂടെ കവർ മഴ നനയാതിരിക്കാനും ഒക്കെ ഉള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു കവർ ഉണ്ടാകും. ആ കവർ സിബ് ആയിരിക്കും. ആ സിബിന്റെ അറ്റത്ത് ഒരു പക്ഷേ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. അപ്പൊ ആ സ്റ്റിച്ച് ചെയ്യുന്നത് പറഞ്ഞാൽ കൈത്തയിലായിരിക്കും ഒരു പക്ഷേ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന വർക്കാണ്. അപ്പം അതിനകത്ത് ഡാമേജോ കാര്യങ്ങളോ വരില്ല. മിനിമം 7,500 രൂപ എന്തായാലും ഉണ്ടാകും. അതിൽ താഴെ ഒരിക്കലും വരില്ല. 7,500 ഓരോ മാസം നമുക്ക് 8,000, 9,000, 10,000 എന്നുള്ള രീതിയിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാകും. ദെൻ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ 101% പറയാം, 20,000 നിങ്ങൾക്ക് റീഫണ്ടബിൾ ആണ്. കാരണം കമ്പനി ഇപ്പൊ ഈ കൊറിയർ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കുന്നതിനൊക്കെ അതിനകത്തൊരു സർവീസ് ചാർജ്. അപ്പൊ ആ കമ്പനിയുടെ അത് ഒഴിച്ചിട്ട് നിങ്ങൾ കൊടുക്കുന്ന 36,000 20,000 രൂപ നിങ്ങൾക്ക് കൺഫേം ആയിട്ട് റീഫണ്ടബിൾ ആണ്. ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള ബാർഗൈനിങ്ങോ ഒന്നുമില്ല. ഈ പറഞ്ഞ നിങ്ങൾ എന്താ പറയാ 36,000 അടച്ചിട്ട് അതിൽ നിന്ന് 20,000 പിന്നെ അതിൽ നിന്ന് മാറുമോ, അല്ലെങ്കിൽ 7,500 താഴെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ബാർഗൈനിങ്ങോ സംഭവങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. 36,000 രൂപ അടയ്ക്കുന്ന ഒരാളെ സംബന്ധിച്ച് എല്ലാ മാസവും 7,500 രൂപ മുതൽ ഒരു 15,000 രൂപ വരെ ഇങ്ങനെ 12 മാസം നിങ്ങൾക്ക് കിട്ടുകയും, കൂടാതെ 12 മാസത്തിന് ശേഷം നിങ്ങൾക്ക് 20,000 രൂപ റീഫണ്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ അക്യൂറ ഗ്രൂപ്പ് ഓഫ് കമ്പനി ഇവിടെ നമുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു അധിക വരുമാനം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റു ജോലികൾക്ക് പുറമെ ഒരു സ്വയം തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കൊണ്ട് ഡ്രോയും വരുന്നുണ്ട്. ലക്കി കൂപ്പൺ വരുന്നത് നമുക്ക് 2024 സെപ്റ്റംബർ 10-ാം തീയതിയാണ് ലക്കി കൂപ്പണിന്റെ ഡ്രോ വരുന്നത്. അക്യൂറ ഓഫീസിൽ വെച്ചാണ് ഇതിന്റെ ഒരു ഡ്രോ വരുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഓണ്ടർപ്രണർക്കും നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും മാത്രമാണ്, പുറത്ത് നമ്മൾ കൊടുക്കുന്നതല്ല. ഇതിന്റെ ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് 5,00,000 രൂപയുടെ ഒരു കാറാണ് ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. സെക്കൻഡ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ സ്കൂട്ടിയാണ്. മൂന്നാം പ്രൈസ് എന്ന് പറയുന്നത് 25,000 രൂപ വെച്ച് 2 പേർക്കാണ് കൊടുക്കുന്നത്. ഫോർത്ത് പ്രൈസ് എന്ന് പറയുന്നത് 10,000 രൂപ വെച്ച് 5 പേർക്ക്. ദെൻ ലാസ്റ്റ് പ്രൈസ് വരുന്നത് 5,000 രൂപ വെച്ച് 10 പേർക്കാണ് ഈ ഒരു സമ്മാനം വരുന്നത്. സോ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, അതായത് അടുത്ത മാസം 10-ാം തീയതിയാണ് ഇതിന്റെ ഡ്രോ ഫസ്റ്റ് നറുക്കെടുപ്പ് എടുക്കുന്നത്. അപ്പം ഇത് എന്തിനാന്ന് വെച്ചാൽ കൂടുതൽ ആളുകളിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിനും ആളുകൾ പെട്ടെന്ന് ഈ ബിസിനസ്സിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഓണ്ടർപ്രണർഷിപ്പിലേക്കോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലക്കി കൂപ്പൺ വെച്ചിരിക്കുന്നത്. സോ ഇത് ഈ വരുന്ന സെപ്റ്റംബർ 10-ാം തീയതി നമ്മൾ ഒരു വലിയ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടായിരിക്കും ഈ ഒരു എന്താ പറയാ നറുക്കെടുപ്പ് നമ്മൾ എടുക്കുന്നത്. സോ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇന്നൊരു തീരുമാനമെടുക്കുക. നിങ്ങൾ ഇത് കേട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്യുക.